ഫിഫാൻറ്റീന വരും. ആ ഫിഫാൻറ്റീനും വരും. അങ്ങനെ ടീമിൽ ഉണ്ട് ഫിഫാൻറ്റീന വരും. ആ ഫിഫാൻറ്റീനൊക്കെ ഓല് പറഞ്ഞോളൂ. ആ ഓല് പറയും. ആ സങ്കടം കൊണ്ടാണ് ലബ്രിക്ക് ഒരു ഗോൾ കൂടി അടിച്ചാൽ മതി. ഗോൾ കൂടി അടിച്ചാൽ തേഞ്ഞ് എന്താ പറയാനുള്ളത്? വിവരമില്ലെങ്കിൽ നോക്കി. ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീനയാണ്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ സെമി ലൈനപ്പായി. അർജന്റീന സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടും. സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് മറ്റൊരു പോരാട്ടം. ഈ സാഹചര്യത്തിൽ ഇത്തവണ കപ്പ് സാധ്യത ആർക്കാണ്? ലോകകപ്പ് ആരായിരിക്കും ഉയർത്താൻ സാധ്യതയുള്ളത്? കോഴിക്കോടെ ഫുട്ബോൾ പ്രേമികളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. ആർക്കാണ് നിങ്ങൾ കപ്പിന് സാധ്യത? കപ്പ് ഫ്രാൻസ് ഉണ്ടോ? ഫൈനല് 90% സ്പെയിനും ഫ്രാൻസും ജയിക്കും. അർജന്റീന സെമി പോവും. അർജന്റീന പോവും. അടുത്ത കളി പുറത്താവും. അതാണ് ക്വാർട്ടറിൽ അതാണോ കണ്ടത്? അതിന്റെ സൂചനയാണോ? അതാണ് കണ്ടത് മുമ്പത്തെ കളിയിൽ. തീർച്ചയായിട്ടും അടുത്തേൽ പോകും. ആരായിരിക്കും ടോപ്പ് സ്കോറർ? ടോപ്പ് സ്കോർ എംബാപ്പ. അർജന്റീന ഫ്രാൻസ് തന്നെ ഫൈനൽ. അർജന്റീന ഫ്രാൻസ് ഫൈനൽ തനിയാവർത്തനം. ഫ്രാൻസ് വീണ്ടും പൊട്ടും. അങ്ങനെയാണോ? മെസ്സി 2 ഗോൾ അടിക്കും ഫൈനലിൽ. അർജന്റീനയുടെ വിജയം എത്ര ഗോളിനായിരിക്കും? 2 ഗോൾ. 2-3 2 ചിലപ്പോൾ 2-3 2 ഗോൾ ജയിക്കും ഫ്രാൻസിൻ്റെ കൂടെ. ഫ്രാൻസിൻ്റെ കൂടെ 2 ഗോൾ. മെസ്സി 2 ഗോൾ അടിക്കുന്നില്ല, മൊത്തത്തിൽ 2 ഗോൾ അടിക്കും. അർജന്റീന കിട്ടും. അർജന്റീന ഫ്രാൻസ് ഫൈനൽ ആവർത്തിക്കും. വീണ്ടും ഫ്രാൻസ്. സ്പെയിൻ അടിക്കും. ട്രോഫി. ഇത് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് മെസ്സി ആയിരിക്കും. എംബാപ്പ അടിക്കും. അത് എംബാപ്പ അടിക്കും. മെസ്സി ക്വാർട്ടറിൽ അടിക്കാത്ത പോലെ ഇനി അടിക്കൂല. അത് അല്ല, അടിക്കൂല എന്നല്ല പറഞ്ഞത്. എംബാപ്പ ടോപ്പ് സ്കോറർ ആവും. അസിസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഓല് കറക്റ്റ് ആയതുകൊണ്ട്. മെസ്സി അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇല്ല, 3 അസിസ്റ്റ് ഉണ്ട് ഫ്രാൻസ്. ഫൈനലിലെ എംബാപ്പെ ഗോൾ അടിക്കും. എംബാപ്പ ടോപ്പ് സ്കോറർ അല്ലേ, പിന്നെ പറയണ്ടോ? മെസ്സി ആയിരിക്കും എംബാപ്പെ ആയിരിക്കും? എംബാപ്പെ. ഫ്രാൻസ് അർജന്റീന ഫൈനൽ വരുമോ? എങ്ങനെ? ഇംഗ്ലണ്ട് ആയിരിക്കും? ഫ്രാൻസ് അർജന്റീന വരും. അർജന്റീന കൊണ്ടുപോകും. അർജന്റീന കൊണ്ടുപോകണല്ലോ. അങ്ങനെ ചോദിച്ചാൽ അത് പറയാൻ പറ്റൂല. സെമിയിൽ ഇംഗ്ലണ്ടിനെ അർജന്റീന തോൽപ്പിക്കും. അല്ലാണ്ട് ഫൈനൽ ഉറപ്പ്. അതുറപ്പ്. ഫ്രാൻസും സ്പെയിനും എത്തും. പോകും. നല്ല കളിയാണ്. ഫിഫ പോലെ കൂടെ. ഫിഫ അവരെ കൂടിയാണെങ്കിൽ അവർ സെമിയിലും ജയിക്കില്ല. എന്താ ജയിക്കൂല. ഫിഫ ഇന്നത്തെ കളി നോക്കിയാണെങ്കിൽ ഫിഫോലെ കൂടെ, അടുത്ത കളി ഫിഫോലെ കൂടെ നിൽക്കില്ല. സെമിയാണല്ലേ, സെമി വരെ എത്തിക്കാനുള്ള ഒരു കരാറുണ്ടാവും. ഫിഫയൊക്കെ അർജന്റീനയുടെ അടുത്ത് പൈസ വാങ്ങി എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? കളി കണ്ടാൽ ഷോപ്പുകാരുടെ കൊടുത്താൽ വെറുതെ കൊടുത്താൽ ഷോപ്പുകാർ തീർച്ചയായും 100% ഫ്രാൻസ് അടിക്കും. ഏറ്റവും ടോപ്പ് സ്കോറർ എംബാപ്പെ ആവും ചെയ്യും. ഫൈനല് പ്രാവശ്യം ചിലപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസ് ആകാൻ സാധ്യത. അർജന്റീനയ്ക്ക് കപ്പ് വരാൻ സാധ്യത. കാരണം എംബാപ്പയ്ക്ക് സ്കോർ, കാരണം ഈ പ്രാവശ്യം ഈ കളിയിൽ ഏതായാലും ചെയ്യാൻ പറ്റിയിട്ടില്ല. മെസ്സിക്ക് ബോൾ അടിക്കാൻ പറ്റിയില്ല. പക്ഷേ സ്കോറിൽ വരാണെങ്കിൽ എംബാപ്പയ്ക്ക് തന്നെ ആവാനാ ചാൻസ്. പക്ഷേ ഗോൾ ഇപ്രാവശ്യവും കപ്പടിക്കാൻ അർജന്റീനയാണ് സാധ്യത. സെക്കൻഡ് വരാണെങ്കിൽ അർജന്റീന. അപ്പോൾ അർജന്റീനയും ഫ്രാൻസും തമ്മിലായിരിക്കും ഫൈനൽ. ടോപ്പ് സ്കോറർ ആരായിരിക്കും? ടോപ്പ് അർജന്റീന. മെസ്സി. എംബാപ്പനെക്കാളും കൂടുതൽ മെസ്സി ആയിരിക്കും. സെമിയിൽ പുറത്താവും. ഫൈനലിൽ തന്നെ സ്പെയിനും ഫ്രാൻസും. ആര് കപ്പ്? അത് പറയാനോ? സാധ്യത ഫ്രാൻസ്. ആരായിരിക്കും ടോപ്പ്? എംബാപ്പ തന്നെ. പിന്നെ ഫ്രാൻസും സ്പെയിനും. സ്പെയിനും. ഫിഫാൻറ്റീന വരും. ഫിഫാൻറ്റീനയും വരും. അങ്ങനെ ടീമിൽ ഉണ്ട്. ഫിഫാൻറ്റീന വരും. നമ്മളെ അർജന്റീന വരും. ഉറപ്പായിട്ട് വരും. എന്തായാലും വരും. അപ്പോൾ ആരൊക്കെ തമ്മിലായിരിക്കും? അർജന്റീനയും പിന്നാരും അർജന്റീനോ ഫ്രാൻസ് ആയിരിക്കും. ഫ്രാൻസോ അല്ലെ സ്പെയിനോ? ഫ്രാൻസ് ആവാൻ ചാൻസ്. ഫിഫാൻറ്റീന ഉറപ്പല്ലേ? അർജന്റീന. ഫിഫാൻറ്റീന
നിങ്ങൾ ബ്രസീൽ ഫാൻ? ഞാൻ ഫുട്ബോൾ ആരാധകനാണ്. ഏതാ ടീം? ഞാൻ റൊണാൾഡോ ആരാധകനാണ്. റൊണാൾഡോ ആരാധകനാണ്. രഹസ്യം ചോദിക്കട്ടെ, സത്യം പറഞ്ഞ പോർച്ചുഗൽ പൊട്ടിയത് ഇല്ല പോർച്ചുഗൽ പൊട്ടിയതിന് സങ്കടമില്ല. ഞങ്ങൾ 88 മിനിറ്റ് വരെ ജയിച്ചിരിക്കുന്ന ടീമാ, ജയിച്ചല്ല സമനിലൊക്കെയുള്ള ടീമാ. വില പോലെ 4 ഇത്തരം കഴിഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ തോറ്റൊരു അന്തസ്സോടെ തോറ്റ് പുറത്തോ. ഒരു ടീമിൻ്റെ ലക്ഷ്യം എന്താ? ഇന്ത്യ ടീമിനെ തോൽപ്പിക്കാന്നാ. അതല്ല കഴിഞ്ഞ ഈറ്റിനോടുള്ള കളിയിൽ റഫറി ഒത്തു കളിച്ചിട്ട് ചെയ്തോ നിങ്ങൾ നിങ്ങൾ കാണാത്ത നമുക്കറിയില്ലല്ലോ. സത്യം പറയാലോ, കപ്പ് അർജന്റീന അടിക്കും, അതടിക്കും. ആ വിഫന്റിനൊക്കെ ഓല് പറഞ്ഞോളൂ, ആ ഓല് പറയും. ആ സങ്കടം കൊണ്ടാണ്. ഫ്രാൻസ് ആരൊക്കെ തമ്മിൽ ഫൈനൽ നമ്മളെ ഫ്രാൻസും അർജന്റീന ആയിരിക്കും. ഫ്രാൻസും സ്പെയിനും. അർജന്റീന സ്പെയിൻ. അർജന്റീന നാടിക്ക് ഉറപ്പാണ്. അർജന്റീന അടിക്കുള്ളൂ. ഇതിന്റെ ലക്ഷ്യം എന്താ അറിയോ? ഇതിന്റെ ലക്ഷ്യമാണ്. അപ്പം മെസ്സിക്ക് ഓൾറെഡി എത്രയാ 8 ബാലൻഡോർ കിട്ടി. ഇനി ഒന്നാമതോട് കിട്ടിയ മുന്തിയൊരു ബാലൻഡോർ ഉണ്ട്, അത് കൊടുക്കണം. ലോകത്തെ ഏറ്റവും മികച്ച അങ്ങനെയാണ്. പിന്നെ റഫറിക്ക് കടിച്ച അതാണ് പോലെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. മെസ്സിനെ എന്താ ലോകത്തെ ഏറ്റവും മികച്ച പ്ലെയർ ആക്കണം. 9 ബാലൻഡോർ. അല്ല, ഈ അർജന്റീന താരങ്ങളാണല്ലോ ഗോൾ അടിക്കുന്നത്. അല്ല, ഇത് ലെഫറി ഗോൾ അടിക്കണല്ലോ. ലെഫറിക്ക് ഒരു ഗോൾ കൂടി അടിച്ചാൽ മതി. ഗോൾ അടിച്ചാ തേഞ്ഞി. എന്താ പറയാനുള്ളത്? ഇവരല്ലെങ്കിൽ അല്ല, ഇവര് പറയുന്നത് കപ്പ് ഫ്രാൻസിന് എംബാപ്പാണ് കളിക്കാരന്. അതെ, ഇവിടെ വീറും വാശിയുമാണ്. ഈ വീറും വാശിയും തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം ഇനി സെമി ഫൈനൽ അടുത്ത ദിവസം മുതൽ ആരംഭിക്കും. അതിൽ ആര് ഫൈനലിലേക്ക് കടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് അർജന്റീന ആയിരിക്കുമോ, അല്ല ഫ്രാൻസ് ആയിരിക്കുമോ, സ്പെയിൻ ആയിരിക്കുമോ, ഇംഗ്ലണ്ട് ആയിരിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അർജന്റീന നേടുമെന്ന് പറയുന്നവരുണ്ട്, ഫ്രാൻസ് നേടുമെന്ന് പറയുന്നവരുണ്ട്, സ്പെയിനും പറയുന്നവരുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിനെ ആരും പറഞ്ഞിട്ടുമില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം ആര് കപ്പ് നേടുമെന്നുള്ളത്. ഈ ആവേശം അതുവരേക്കും തുടരട്ടെ. ക്യാമറ പേഴ്സൺ റിഷാദ് ഡിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.